মামা দাদা যেগুলো সেলাই হয়ে গেছে সেগুলো দিতে বলেছে। মামা এমব্রয়ডারি ചെയ്ത് എടുത്ത് കൊടുക്കാൻ। കൊടുക്കാം. দুটো হয়ে গেছে, বাকিগুলো পরে দেবে. হ্যাঁ ঠিক আছে. ഇതൊക്കെ ആരാ തയ്ക്കുന്നത്? ഷൈനിയാ? ഹേയ്, കോളേജിൽ പോക്കും ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എവിടുന്ന സമയം? ഒക്കെ മമ്മയുടെ വർക്കുകളാ. നന്നായിരിക്കുന്നു. എല്ലാവരും ഓരോ വഴിക്ക് പോയാ പിന്നെ ഇതൊക്കെ അല്ലാതെ എനിക്കെന്താ പണി? ഇവരുടെ പപ്പ പോയപ്പം ഇങ്ങനെയൊക്കെ ഓരോ പണി ചെയ്താ ഞാൻ ഇവരെ വളർത്തിയത്. കുട്ടി പാട്ട് പഠിപ്പിക്കുന്ന കാര്യം പറഞ്ഞപ്പോ ഞാൻ ഓർക്കായിരുന്നു, ആ ഹാളില് ഞാൻ നഴ്സറി സ്കൂൾ നടത്തിയിട്ടുണ്ട്. ചേച്ചി പേടിക്കല്ലേ, ഇപ്പൊ ഇവിടെ ഒരാൾ കരച്ചിൽ തുടങ്ങും. റെഡി, 1 2 3. ഓടി ഒരുമിച്ച് അങ്ങനെ പോയിട്ട് ഒരാൾ മാത്രം തനിച്ചാവുമ്പോ പിള്ളേർക്ക് അത് അറിയില്ല അല്ലേ കൃഷ്ണ? ഞാനും കുറച്ചൊക്കെ തയ്ക്കും. ആഹാ, എംബ്രോയിഡറിയാ? ആന്റി അമ്മച്ചിയുടെ ബ്ലൗസും പാവടെ ഞാനാ തയ്ച്ചിരുന്നത്. അതെയോ? എംബ്രോയിഡറി കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ആന്റി അമ്മച്ചിക്ക് സുഖമില്ലാണ്ടായി. ഒരുപാട് നാളായി തയ്ച്ചിട്ട്. ഒന്ന് നോക്കട്ടെ. ഈ ആന്റി അമ്മച്ചി ആള് കൊള്ളാലോ. പാട്ടും പുള്ളിക്കാരിയല്ലേ പഠിപ്പിച്ചേ? ശരിക്കും ആന്റി അമ്മച്ചി എനിക്കൊരു ദൈവത്തെ പോലെയാ. ആഹാ, അപ്പൊ ശരിക്കും കൃഷ്ണയ്ക്ക് എത്ര ദൈവങ്ങളുണ്ട്? ആന്റി അമ്മച്ചി ഒരു ദൈവം, ഞാനൊരു ദൈവം, പിന്നെ ഈ കൃഷ്ണപ്രിയ എന്നുള്ള പേര് ആരിട്ടതാ? ആന്റി അമ്മച്ചിയെ? കൃഷ്ണപ്രിയ എന്ന് വെച്ചാൽ കൃഷ്ണന് ഏറ്റവും പ്രിയപ്പെട്ടവൾ എന്നാണോ? പതിനാറായിരത്തെട്ട് ഭാര്യമാരുണ്ടായിരുന്ന കൃഷ്ണന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നത് ഈ കൃഷ്ണപ്രിയോടായിരുന്നോ? ആ, എനിക്കറിയില്ല, ചിലപ്പോ ആയിരിക്കാം. ഇത്രയധികം ഭാര്യമാർക്ക് ഒരു ഭർത്താവ്, ഈ കൃഷ്ണനാള് കൊള്ളാല്ലേ? ഈ ഭാര്യമാർക്കൊക്കെ കൃഷ്ണൻ ഭർത്താവായിരുന്നോ അതോ ദൈവമായിരുന്നോ? ആ, എനിക്കൊന്നും അറിയില്ല. എനിക്കെന്തായാലും കൃഷ്ണൻ ദൈവമാ. പ്രാർത്ഥന കേൾക്കുന്ന, ആപത്തുകളിൽ നിന്നൊക്കെ രക്ഷിക്കുന്ന എന്റെ ദൈവം. അയ്യോ, അതല്ലേ ഗ്രാൻഡ് ഹോട്ടല്? അതെ, ഗ്രാൻഡ് ഒബ്രോയ്. എന്താ അവിടെ പോയിട്ടുണ്ടോ? ഒക്കെ ഈ വാചടിയിലേ ഉള്ളൂ. എന്താ ആലോചിക്കുന്നേ? ഹരിയേട്ടൻ എങ്ങനെയാ മരിച്ചത് സാറേ? എനിക്കറിയണം അയാൾ എങ്ങനെയാ മരിച്ചതെന്ന്. പോലീസ് കേസ് അന്വേഷിക്കുന്നുണ്ട്. അതൊക്കെ ഒരു ഫോർമാലിറ്റിക്ക്. അത് ഹരിയെ പോലെ ഒരാൾ മരിക്കാനായിട്ട് പ്രത്യേകിച്ച് റീസൺസ് ഒന്നും വേണ്ട. അയാളുടെ പോക്കും വഴികളൊക്കെ അത്തരത്തിലായിരുന്നില്ലേ? ഞാൻ കാരണമാണോ അയാൾ മരിച്ചത്? ഏയ്, എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? ചിലപ്പോ അതും ഒരു കാരണമായേക്കാം. കൃഷ്ണയെ പോലെ എത്രയോ പെൺകുട്ടികളുടെ കണക്കുകൾ അയാൾക്ക് തീർക്കാനുണ്ടായിരുന്നിരിക്കണം. হুকটা একটু খোলেন তো। क्या हुआ? আপনার ব্লাউজের হুকটা একটু খোলেন। ইনজেকশনটা হাতে দেব। क्या? ইনজেকশনটা হাতে দেব। കൃഷ്ണ, അവർക്ക് ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് ആ ബ്ലൗസിന്റെ ഹുക്കൊന്ന് ഊരി കൊടുക്കാൻ. ভয় পাচ্ছ কি? তাহলে চোখটারে বন্ধ করো। জায়গাটা একটু ভালো করে ডলে নিন, না হলে ব্যথা হবে। আপনি একটু হেল্প করবেন তো? നന്നായിട്ട് തിരുമിക്കോ, അല്ലെങ്കിൽ മരുന്ന് കട്ടിയായിട്ട് കിടന്ന് വേദനിക്കും. ആ നഴ്സിനോടൊന്ന് പറയോ, കയ്യിലീ കെട്ടിരിക്കുന്നുണ്ട്, തിരുമാൻ പറ്റുന്നില്ല. ഞാൻ തിരുമ്മി തരാം. അയ്യോ സോറി, ബ്ലൗസ് ഇട്ട് കഴിഞ്ഞു. അയ്യോ സാറേ, അവിടെയല്ല, ഇവിടെ. സാർ കണ്ണു തുറന്ന് നോക്കോളൂ, ഞാൻ ബ്ലൗസ് ഇട്ടു. ചിരിക്കണ്ട, സാധാരണ ഇത് ചന്തിക്ക്. ഇത് അച്ചായന്റെ ഒക്കെ ഷൂട്ടിംഗ് വണ്ടിയാ.
മന്ത്രവാദം ചെയ്യുന്നതൊക്കെ അവര് ശരിക്കും ഷൂട്ട് ചെയ്യോ? പിന്നെ ബ്ലാക്ക് മജീഷ്യന്റെ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ആ. അപ്പോ ഈ മന്ത്രവാദി മരിച്ചവരുമായി സംസാരിക്കുന്നത് പറയുന്നതൊക്കെ നേരാണോ? ആ, മരിച്ചവരുമായിട്ടല്ലേ ചേച്ചി, മരിച്ചവരുടെ ആത്മാക്കളെ മന്ത്രമൊക്കെ ചെയ്ത് വിളിച്ചു വരുത്തി അവിടെ ഒരു സ്ത്രീയുണ്ട്, അയാളുടെ ഭാര്യ. ആത്മാവ് ആ സ്ത്രീയുടെ ശരീരത്തിൽ കയറുമ്പോ അവര് മരിച്ചവരുടെ ശബ്ദത്തിൽ സംസാരിക്കും. ഇത്ര അടുത്താണെങ്കിലും ഞാനിതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഞങ്ങളുടെ ഹോസ്റ്റലിലെ പിള്ളേരുടെയൊക്കെ രാത്രിയിലെ സ്ഥിരം പണി സ്പിരിറ്റുമായിട്ട് സംസാരിക്കലാ. ഈയിടെ പത്രത്തിൽ വായിച്ചില്ലേ, ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ അദ്ദേഹത്തിന്റെ മരിച്ചുപോയ ഭാര്യയോട് ലണ്ടനിൽ വെച്ച് ഇതേപോലെ ഒരു മീഡിയത്തിലൂടെ സംസാരിച്ചു എന്ന്. എന്താ ചേച്ചി, നിങ്ങളോട് സംസാരിക്കണോ? খেতি আব তেজ বারুদ বোম এই পঞ্চভূত নিয়েই আমাদের জীবন। আকাশ আমাদের জীবন, মাটি আমাদের শরীর, জল আমাদের রক্ত, বায়ু আমাদের নিঃশ্বাস, আর অগ্নি থেকে আমাদের তাপ। বুঝলে? പേടിക്കണ്ട, വന്നോ? ഷൂട്ടിംഗ് കണ്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? അയാൾക്ക് ആളെ മനസ്സിലായില്ല, അതാ. സിദ്ധു, ചേഞ്ച് ദ ക്യാമറ പൊസിഷൻ. ഓക്കേ. চলো পজিশন করি। হ্যাঁ, পুজোর জিনিসপত্র সব ঠিকঠাক আছে? ഇവിടെ നിൽക്കുന്നതൊക്കെ കൊള്ളാം. രണ്ടുപേരും കമാന്ന് ഒരു അക്ഷരം മിണ്ടിക്കരുത്. ക്യാമറ റോൾ ചെയ്യുന്ന സമയത്ത് ചുമക്കോ തുമ്മ ചെയ്താണ്ടല്ലോ. ലൈവ് റെക്കോർഡിംഗ് ആണ്. ശ്വാസം വിടാമോ? ഓ, ഒരു ഗമ കാണിക്കുന്നു. എനിക്ക് എന്റെ വീട്ടിൽ സംസാരിക്കോ ബഹളം വെക്കോ കൂക്കി വിളിക്കോ ഒക്കെ ചെയ്യാലോ. വായിച്ചി ബിസ്ക്കറ്റും പഴംപൊരിയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ബ്രേക്കിൽ തിന്നാൻ എല്ലാരും അങ്ങോട്ട് വന്നേരം. এখানে পুজো হচ্ছে, দরকার না থাকলে বাইরে যান। ঠিক আছে. കുറച്ചു നേരം നിന്ന് കണ്ടിട്ട് പോകാം. ആവശ്യമില്ലാത്തൊരു പുറത്തു പോകാനാ അയാൾ പറഞ്ഞേ. അവിടെ പൂജ നടത്താൻ പോവാം. ആ, ওম হ্রিং ক্রিং ফট স্বাহা। আয় নেমে আয়, কোথায় তুই? নেমে আয়, আয়। ওম ফট স্বাহা, ওম হ্রিং ক্রিং ফট স্বাহা। എന്താ ഗൗതം, ഫുള്ളായിട്ട് ക്യാപ്ചർ ചെയ്തില്ലേ? Yeah, but it's clear. Do we have any other tapes with us? നോ, വി ഷോട്ട് ഓൺലി ഇൻ 260s. I think ഈ ടേപ്പിന് എന്തോ കംപ്ലൈന്റ് ഉണ്ട്. ലുക്ക്, ഇവിടുന്ന് അങ്ങോട്ട് റെക്കോർഡ് ആയിട്ടില്ല. നോ വേ, അങ്ങനെ റെക്കോർഡ് ആകാതിരുന്നാൽ ക്യാമറമാൻ അറിയില്ലേ? അയാളെ വിളിച്ചും ചോദിച്ചു നോക്കാം. Okay. ഓയ്, ക്യാമറമാൻ കേട്ടേക്ക് ജിഗേഷ് കുറച്ച്. ঠিক আছে. ഹലോ. മാമാ, ആ എന്നാ മോനെ? ആ കലണ്ടറിൽ ഒരു നമ്പർ എഴുതിയിട്ടുണ്ട്. നമ്മുടെ അപ്പുറത്തെ ആ ബാനർജിയുടെയാ. ബ്ലാക്ക് മാജിക്കിന് എഴുതിയിട്ടുള്ളതാണോ? ആ അത് തന്നെ, അതൊന്നും പറഞ്ഞേ. 24101254. ഞാനവിടെ ഷൂട്ട് ചെയ്തതല്ലേ. മന്ത്രവാദത്തിന്റെ ഇമ്പോർട്ടന്റ് പോർഷൻ റെക്കോർഡ് ആയിട്ടില്ല. എന്നാ പറ്റിയെന്ന് അറിയില്ല. മരിച്ചുപോയ ഭാര്യയുടെ ആത്മാവുമായിട്ട് ഒരാൾ അവിടെ സംസാരിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. ഞങ്ങളത് ഷൂട്ട് ചെയ്തതാ. അവര് തമ്മിൽ സംസാരിച്ചൊക്കെ നേരത്തുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കും ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇപ്പോ স্পিরিটুমাইটে സംസാരിച്ച ആ പോർഷൻ റെക്കോർഡ് ആയിട്ടില്ല. স্যার ক্যামেরাম্যান বলছে যে রেকর্ডিং হয়ে গেছে, উনি এক্ষুনি আসবেন. മമ്മ, ഞാൻ ആളെന്ന് വിളിച്ചു നോക്കട്ടെ. ഓക്കെ. അജിത്, വാട്ട് ഈസ് ഇറ്റ്? ആ ബ്ലാക്ക് മാജിഷ്യൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല. He has some powers. ഹലോ, जय काली काली कपालिनी नीमुंड मालिका शोभिता, जय काली जय